ഒരു പ്രൈസ് കാർഡ്. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. യേശുക്രിസ്തുവിന്റെ സ്നേഹം അത് അളക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കത്തില്ല. എത്രമാത്രം സ്നേഹമാണ് യേശുക്രിസ്തു നമ്മളോടുള്ളതല്ലേ. നമ്മൾ പാപത്തിന്റെ പിടിയിലായിരുന്നു, പാപത്തിൽ മരിച്ചവരായിരുന്നു നമ്മൾ. പക്ഷെ ദൈവത്തിന്റെ ആ ഗ്രേറ്റ് ലവ് കാണും അല്ലെ, വളരെ നമുക്ക് അളക്കാൻ വയ്യാത്ത ആ സ്നേഹം കാണും. ദൈവം നമ്മളെ തൻ്റെ പുത്രനോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് ഹെവൻലി റിലംസിൽ അല്ലെ, സ്വർഗത്തിന്റെ രാജ്യത്ത് നമ്മൾ സ്വർഗത്തിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ് അല്ലെ. ഹെവൻലി റിലംസിൽ നമ്മളെ ഇരുത്തിയിരിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ ഒപ്പം അല്ലെ. അതാണ് ദൈവത്തിന്റെ സ്നേഹം അല്ലെ. നമ്മൾക്ക് നമ്മളുടെ ഗ്രേറ്റ്നെസ് കൊണ്ടൊന്നുമല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടല്ല നമ്മൾ യേശു ക്രിസ്തു നമ്മളെ രക്ഷപ്പെടുത്തിയത് അല്ലെ. അപ്പൊ സ്വർഗത്തിന്റെ താഴെ ഭൂമിയുടെ മുകളില് മനുഷ്യവർഗത്തിന് രക്ഷപ്പെടാൻ വേണ്ടി, മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട്, മനുഷ്യവർഗത്തിന്റെ പ്രാണന്റെ രക്ഷയ്ക്കായിട്ട്, ആത്മാവിന്റെ രക്ഷയ്ക്കായിട്ട് ഒരൊറ്റ നാമം മാത്രമേ ദൈവം തന്നിട്ടുള്ളൂ. ആ നാമമാണ് യേശുക്രിസ്തുവിന്റെ നാമം അല്ലെ. നമ്മൾ ഏതൊക്കെ മതങ്ങളിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞാലും, ഏതൊക്കെ ജാതിയിലാന്ന് പറഞ്ഞാലും, ഏതൊക്കെ പള്ളിയിലും അമ്പലങ്ങളിലും പോയെന്ന് പറഞ്ഞാലും, മോസ്കിലും പോയെന്ന് പറഞ്ഞാലും, യേശുക്രിസ്തു വിശ്വസിക്കുന്നില്ലെങ്കിൽ ഒരു വ്യക്തി പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. യേശുക്രിസ്തു വിശ്വസിക്കാത്ത ഒരു വ്യക്തി പോലും ദൈവത്തിന്റെ ഒപ്പമായിരിക്കത്തില്ല. ദൈവത്തിന്റെ ഒപ്പമാകാത്ത വ്യക്തികൾ എവിടെയായിരിക്കും അവസാനിക്കുന്നത്? പാതാളത്തിലായിരിക്കും അവസാനിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം എന്ന് ഒരിക്കൽ പോലും ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ പോലും യേശുക്രിസ്തു ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഈ ലോകത്തിലേക്ക് വരികയും ക്രോസ് ഓഫ് കാൽവറിയിൽ മരിക്കുകയും ചെയ്തത്. നമ്മൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലേ, മാനവരാശി വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ക്രോസ് ഓഫ് കാൽവറിയിൽ യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റതാണ് നമ്മളുടെ രക്ഷയ്ക്കുള്ള ഏകമായിട്ടുള്ള ഉയർത്തതാണ് നമ്മളുടെ എന്താ പറയുക വിജയം എന്ന് പറഞ്ഞാൽ അല്ലെ. അപ്പൊ നമുക്കറിയാം ജോൺ ദ ബാപ്റ്റിസ്റ്റിനെ പറ്റി. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വലിയ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു അല്ലെ, ഒരു ഗ്രേറ്റ് മാൻ ഓഫ് ഗോഡ് ആയിരുന്നു. ആ മനുഷ്യനെ പറ്റി ദൈവം യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും നമ്മൾ ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ കിങ്ഡത്തിലുള്ള നമ്മളിപ്പോൾ ദൈവത്തിന്റെ മക്കള് നമ്മള് ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അങ്ങനെ പറയുമ്പോൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അതാണ് റിയാലിറ്റി അല്ലെ. അതാണ് ദൈവം യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി നമ്മൾക്ക് വേണ്ടി നേടിത്തന്നത്. അപ്പൊ അതാണ് ഇന്നത്തെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവേ, ഈ സമയത്ത് നന്ദി. കർത്താവേ, ഒരു ദിവസം കൂടെ ഞങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവും ഇല്ല കർത്താവേ. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഞങ്ങളെ വീണ്ടെടുത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഞങ്ങളുടെ രക്തം കൊടുത്ത് ഞങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു, വീണ്ടെടുത്തിരിക്കുന്നു. താങ്ക് യു ജീസസ് മാസ്റ്റർ ഗോഡ്. ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. ഹോളി സ്പിരിറ്റ് ഗോഡ് ഞങ്ങളുടെ ഗ്യാരണ്ടി, ഇറ്റേണിറ്റിക്കുള്ള ഗ്യാരണ്ടി ആവുന്നില്ല കർത്താവേ. നന്ദി പിതാവ്. പ്രൈസ് ആൻഡ് വർഷിപ്പ് ഹോളി സ്പിരിറ്റ് ഗോഡ്. താങ്ക് യു സോ മച്ച് പിതാവ്. ഞങ്ങളുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കർത്താവ് ഞങ്ങളുടെ സംസാരിക്കുന്ന അപേക്ഷിക്കും, ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യുന്ന അപേക്ഷിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ. മത്തായി സുവിശേഷത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 11ാമത്തെ വാക്ക് പറയുന്നത് ഇങ്ങനെയാണ്. മത്തായിന്റെ 11ാമത്തെ ചാപ്റ്ററിന്റെ 11ാമത്തെ വാക്ക് ഇതിങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള വാക്ക് തന്നെ. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരും എഴുന്നേറ്റിട്ടില്ല. സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവന് അവനിലും വലിയവൻ എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് നമ്മൾ ഒരു പ്രാവശ്യം വായിക്കുമ്പം അല്ലെങ്കിൽ എത്ര പ്രാവശ്യം വായിച്ചാലും നമുക്ക് അതിന്റെ ഡെപ്ത് മനസ്സിലാക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്തതെന്നുള്ള കാര്യം, യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറിയിൽ നമ്മൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾക്ക് ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു അവസ്ഥയിലായിരിക്കണം എന്ന് ദൈവം നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്, കൊളോസ്യർക്ക് ലേഖനത്തിലേക്ക് പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് യേശുവില് വളരുക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഡീപ്പായിട്ട് വളരുക അല്ലെ, നമ്മുടെ റൂട്ട് ഡീപ്പായിട്ടിരിക്കട്ടെ, യേശുവിലായിരിക്കട്ടെ, നമ്മൾ വളരട്ടെ, നമ്മൾ എസ്റ്റാബ്ലിഷ് ആയിട്ടിരിക്കട്ടെ യേശുവിൽ, നമ്മൾ ബിൽഡപ്പ് ആയിരിക്കട്ടെ യേശുവിൽ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം ഇത്. കാരണം നമ്മൾ അറിയണം അല്ലെ, ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയണം. എഫെസ്യർക്ക് ലേഖനത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, 1ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ, നമുക്ക് റെവലേഷന്റെയും വിസ്ഡത്തിന്റെ സ്പിരിറ്റിനെ തരണം എന്ന് എഫെസ്യർക്ക് വേണ്ടി പോൾ പ്രാർത്ഥിക്കുക. അപ്പൊ നമ്മൾക്ക് വേണ്ടിയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എനിക്ക് വിജ്ഞാനത്തിന്റെ അല്ലെ, എന്താ പറയുക, വെളിപാടുകളുടെയും ആത്മാവിലേക്ക് തന്നെ എന്തിനാ യേശുക്രിസ്തുവിനെ അറിയുന്നതിന് വേണ്ടി എന്റെ ഹൃദയത്തിന്റെ കണ്ണുകളെ തുറക്കണം അല്ലെ, എൻലൈറ്റഡ്
കണ്ണുകളായിരിക്കണം, എൻ്റെ എന്താ പറയുക ഐസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് എന്നാ പറഞ്ഞത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് യേശു എന്താണ് നമ്മൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്, എന്തിലേക്കാണ് നമ്മൾ വിളിച്ചിരിക്കുന്നതെന്നും നമ്മൾക്കുള്ള സെയിൻസിന്റെ ഇടയ്ക്കുള്ള നമ്മുടെ ഇൻഹെറിറ്റൻസും ഒക്കെ അറിയാം. ഈ ദൈവത്തിന്റെ പവർ നമ്മളിലേക്ക് വർക്ക് ചെയ്യുന്ന ആ പവർ, അതേ സെയിം പവർ വെച്ചാണ് ദൈവം യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ആ സെയിം പവറിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾക്ക് റെവലേഷന്റെയും വിശ്വത്തിന്റെയും ആത്മാവിനെ തരണം, അല്ലെ? വെളിപാടിന്റെയും എന്താ പറയുക വിജ്ഞാനത്തിന്റെ ആത്മാവിനെ നമുക്ക് മനസ്സിലാകണം. നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നഷ്ടം നമ്മൾക്ക് തന്നെ വരും, അല്ലെ? എത്രമാത്രം വലിയ കാര്യമാണ് ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അല്ലെ? ഇന്ന് നമ്മുടെ ശരീരമൊക്കെ ഇവിടെയാണ്, ഭൂമിയിലാണെങ്കിലും, പക്ഷെ വീണ്ടെടുക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ സ്ഥാനം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനൊപ്പം സ്വർഗത്തില് ആണ്, ഹെവൻലി റിലംസിൽ ആണ് എന്നാണ് ദൈവം നമ്മളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവം പറയുന്ന സ്നാപക യോഹന്നാൻ സ്നാപകൻ ഇവിടെ ഈ ഇതേ വാക്കിൽ നിന്ന് എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. യോഹന്നാൻ സ്നാപകനെ പോലെ വലിയവരായിട്ട് ഈ ലോകത്തിൽ ജനിച്ചവർ ആരും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാൻ മനുഷ്യരുടെ ഇടയിൽ വെച്ച് ഏറ്റവും വലിയവനായിരുന്നു, അല്ലെ? എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ പറ്റി യേശുവിനെക്കാളും വലിയവനായിരുന്നു എന്നല്ല പറഞ്ഞു. യേശു മനുഷ്യൻ രൂപത്തിലേക്ക് വന്നപ്പോഴേക്കും യേശുവിനേക്കാളും വലിയവനായിരുന്നു യോഹന്നാൻ എന്നല്ല പറയുന്നത്. മനുഷ്യൻ നമ്മളെപ്പോലെ ഉള്ളവരെ പറ്റിയാണ് പറയുന്നത്. നമ്മളിൽ വെച്ച് ഏറ്റവും വലിയവനായിരുന്നു എന്ന് പറയുന്നു, അല്ലെ? സ്ത്രീയിൽ നിന്ന് ജനിച്ചവർ വെച്ച് ഏറ്റവും വലിയതായിരിക്കും. അപ്പൊ അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അപ്പൊ മോസസിനെ പറ്റി ദൈവം പറഞ്ഞിട്ടില്ല, മോസസിനെ പോലെ ഒരു പ്രോഫറ്റ് എഴുന്നേറ്റിട്ടില്ല എന്ന് ദൈവം പറഞ്ഞിട്ടില്ല, അല്ലെ? അപ്പൊ അതെന്തുകൊണ്ട് ആണ് ദൈവം അങ്ങനെ സ്നാപക യോഹന്നാനെ പറ്റി പറഞ്ഞിരിക്കുന്നത്? മോസസിനേക്കാളും വലിയവനാണ് എന്ന് യോഹന്നാനെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് മോസസിന് കൊടുത്തിരിക്കുന്ന അസൈൻമെന്റ് ആയിരുന്നില്ലല്ലോ യോഹന്നാന് കൊടുത്തിരുന്ന അസൈൻമെന്റ്. മോസസിന് ഇസ്രായേൽ മക്കളിനെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരിക, അവരെ കനാലിലേക്ക് കൊണ്ടുപോവുക, അല്ലെ? കനാലിലേക്ക് എൻട്രി ചെയ്യിപ്പിക്കുക, അതായിരുന്നു മോസസിന് കൊടുത്തിരുന്ന അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് സ്നാപക യോഹന്നാന് കൊടുത്തിരുന്ന അസൈൻമെന്റ് എന്ന് പറഞ്ഞാല് അതിനേക്കാളൊക്കെ വളരെ വലുതായിരുന്നു, അല്ലെ? അതിനേക്കാളൊക്കെ വളരെ വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവത്തിന്റെ പാത ഒരുക്കുക എന്നുള്ളതായിരുന്നു യോഹന്നാന് കൊടുത്തിരുന്ന അസൈൻമെന്റ്, അല്ലെ? പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ യോഹന്നാന് കൊടുത്ത അസൈൻമെന്റ് വെച്ചാൽ യേശുക്രിസ്തുവിനെ ബാപ്റ്റിസം കൊടുക്കുക എന്നുള്ളത്. അങ്ങനത്തെ ഒരു അസൈൻമെന്റ് പറഞ്ഞാൽ ഈ ലോകത്തെ ഒരു വ്യക്തിക്ക് കിട്ടാത്ത ഒരു അസൈൻമെന്റ് ആണിത്, ഒരു വർക്കാണിതല്ലേ. അങ്ങനത്തെ ഒരു ജീവിതമാണ് യോഹന്നാന് കൊടുത്തിരുന്നത്. യോഹന്നാനെ പോലെ അതുപോലത്തെ ജീവൻ നയിച്ച വ്യക്തിയില്ല. മോസസിന്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മോസസിന് വൈഫൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ജോൺ ദ ബാപ്റ്റിസ്റ്റ് കല്യാണം ഒന്നും കഴിക്കാതെ എന്താ പറയാ മരുഭൂമിയിൽ ഒരു ജീവിതം നയിച്ചു കൂട്ടുക. ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെട്ടിക്കിളിയും തേനും. അങ്ങനെ ഒരു തന്റെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയാണ് യോഹന്നാൻ, അല്ലെ? അതാണ് യോഹന്നാനെ പോലെ ഒരു വലിയൊരു വ്യക്തി വേറെ ഇല്ല എന്ന് ദൈവം പറഞ്ഞിരിക്കുന്നത്. തന്റെ ജീവിതം മൊത്തം ദൈവത്തിന് വേണ്ടിയായിരുന്നു, അല്ലെ? തനിക്ക് കിട്ടിയിരുന്ന അസൈൻമെന്റ് അങ്ങനെയായിരുന്നു. യോഹന്നാനെ പറ്റി യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിളക്കായിരുന്നു യോഹന്നാൻ എന്ന് പറയുക, അല്ലെ? ഒരു വിളക്കായിരുന്നു യോഹന്നാൻ. അത് കത്തി തീർന്നു, അല്ലെ? മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുത്തു, മറ്റുള്ളവർക്ക് പ്രകാശം കൊടുത്ത ഒരു വിളക്കാണ് യോഹന്നാൻ എന്ന് യേശു യോഹന്നാനെ പറ്റി പറഞ്ഞിരിക്കുക. അപ്പൊ അതായിരുന്നു യോഹന്നാൻ ജീവിതം. ഇനി ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക, നമ്മള്, അല്ലെ? യേശുവിന്റെ കിങ്ഡത്തിലുള്ള നമ്മള്, യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നമ്മള് സ്വർഗത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവൻ യോഹന്നാനേക്കാളും വലിയവനാണ് എന്ന് പറയുക. ഇനി ചെറിയവൻ എന്നിവിടെ സ്വർഗത്തിന്റെ രാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് ദൈവം എന്താണ് ഉദ്ദേശം എന്നുള്ള കാര്യത്തെ പറ്റി പറയാനാണെങ്കിൽ അതേപ്പറ്റി ദൈവം പറഞ്ഞിട്ടുണ്ട്. മത്തായി സുവിശേഷം തന്നെ 5-ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോൾ 17-ാമത്തെ തൊട്ട് 19-ാമത്തെ വാക്ക് വരെ ദൈവം ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ വാക്കുകളാണ്. അല്ലെ? സെർമൺ ഓൺ ദ മൗണ്ടൻ, അല്ലെ? മലമുകളിൽ നിന്ന് ദൈവം കൊടുത്ത ആ സെർമൺ, അല്ലെ? ആ പ്രീച്ചിങ്, അതിന്റെ പാർട്ടാണിത്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. മത്തായിന്റെ 5:17 തൊട്ട് 19 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്: ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത്. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും വരെ സകലവും നിവർത്തിയാക്കുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളി എങ്കിലും പുള്ളി എങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല. ആകയാൽ ഈ ഏറ്റവും ചെറിയ കൽപ്പനകൾ ഒന്ന് അഴിക്കുകയും മനുഷ്യനെ അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ എന്ന് വിളിക്കപ്പെടുന്നു. അവയെ ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്നും വിളിക്കപ്പെടുന്നു.
അപ്പോ യേശുക്രിസ്തു മനുഷ്യനായിട്ട് ഈ ലോകത്തുണ്ടായിരുന്ന സമയത്ത് എന്താ പറയാ ന്യായപ്രമാണത്തിന് കീഴിലാണല്ലോ. ന്യായപ്രമാണത്തിന്റെ സമയത്താണല്ലോ യേശുക്രിസ്തു ലോകത്തിലുണ്ടായിരുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തം വഴിയാണ് ന്യൂ ടെസ്റ്റമെന്റ് അല്ലെ ന്യൂ ലൈഫ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ന്യൂ ടെസ്റ്റമെന്റ് എന്ന് പറഞ്ഞാല് ആ ബുക്ക് എഴുതി കിട്ടിയ കാര്യമല്ല പറഞ്ഞ ആ ഒരു പുതിയ കവനന്റ് വന്നത് യേശുക്രിസ്തുവിന്റെ രക്തം വഴിയാണല്ലോ. അപ്പൊ അതിനു മുമ്പ് യേശുക്രിസ്തു സ്നാപക യോഹന്നാനും എല്ലാം ഓൾഡ് ടെസ്റ്റമെന്റിന്റെ സമയത്ത് പഴയ കവനന്റെ പഴയ നിയമത്തിന്റെ കീഴിലായിരുന്നല്ലോ. അപ്പൊ യേശു പറയാ അപ്പൊ പഴയ നിയമത്തെ പറ്റി പറയുവാണെങ്കിൽ അന്ന് പഠിപ്പിച്ചുകൊള്ളുന്ന ഈ ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ ഇവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവര് പഠിപ്പിക്കുന്നത് ഒരു കാര്യം, അവരുടെ ജീവിതത്തെ അവർ നടപ്പാക്കുന്ന വേറൊരു കാര്യം അല്ലെ. മറ്റുള്ളവരെ അവര് പിഴിഞ്ഞും ഒക്കെ ജീവിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അല്ലെ. അവര് ഉള്ളിന്റെ ഉള്ളിൽ മോശപ്പെട്ട ജീവിതം. അവര് എന്താ പറയാ ന്യായപ്രമാണത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും പാലിക്കത്തില്ല, ഒന്നും പാലിക്കത്തില്ല, പാലിക്കാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ആൾക്കാര്. പക്ഷെ പാലിക്കണമെന്ന് മറ്റുള്ളവരെ കൂടെ പറഞ്ഞു നടന്നുകൊണ്ടിരുന്നവര്. അതിലെ ദൈവം യേശുക്രിസ്തു തന്നെ പറഞ്ഞു ഇവര് പഠിപ്പിക്കുന്നത് എന്താണെന്ന് കേട്ട് പഠിച്ചങ്ങനെ ചെയ്താൽ മതി, പക്ഷെ ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കരുത് അല്ലെ. ഇവരുടെ ജീവിതത്തിലേക്ക് നോക്കി കഴിഞ്ഞാല് പ്രശ്നമാണ്. അവര് ചെയ്യുന്ന മൊത്തം പ്രശ്നമാണ്. പക്ഷെ അവർ പഠിപ്പിക്കുന്ന കാര്യം എന്താ പറയാ നമ്മൾ ഇസ്രായേൽ മക്കളോട് പറയാം അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. അപ്പോ ഇവിടെ സ്വർഗത്തിലെ രാജ്യത്ത് ഏറ്റവും ചെറിയവൻ എന്ന് പറഞ്ഞാല് ദൈവം കൊടുത്ത ന്യായപ്രമാണം അതിലെ ഒരെണ്ണമെങ്കിലും ലംഘിക്കുകയും അല്ലെ ലംഘിക്കുകയും അത് ലംഘിക്കാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവർ അല്ലെ. അത് കുഴപ്പമൊന്നുമില്ലെന്നേ, ലംഘിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വഴിതെറ്റിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാര്, അങ്ങനെയുള്ള ആൾക്കാര് എന്താ പറയുക സ്വർഗത്തിന്റെ രാജ്യത്തിലെ എന്താ പറയുക വളരെ ചെറിയായിട്ടുള്ള ആൾക്കാരായിരിക്കും പറഞ്ഞത്. പക്ഷെ സകലതും ആചരിച്ചുകൊണ്ടല്ലേ കമാൻഡ്മെന്റ് ലോ അത് എന്താ പറയുക ന്യായപ്രമാണം അത് ആചരിച്ചുകൊണ്ട് ജീവിക്കുകയും അത് അങ്ങനെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിനോ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെ പറ്റിയുള്ള ആഗ്രഹം ദൈവം നമ്മളോട് പറഞ്ഞ് എന്താ പറയുന്നത് അത് ലോ അല്ലെങ്കിൽ ന്യായപ്രമാണം ആചരിക്കുകയോ അത് അങ്ങനെ തന്നെ ആചരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അല്ലാതെ ഒരെണ്ണമെങ്കിലും തെറ്റിക്കുകയും ഇല്ലാതെ കുഴപ്പമില്ല നിങ്ങൾ തെറ്റിച്ചാലും കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞ് പഠിപ്പിക്കുകയും ചെയ്യാതിരിക്കുന്ന വ്യക്തികൾ, അങ്ങനെ ചെയ്യുന്ന വ്യക്തികൾ അവര് സ്വർഗത്തിന്റെ രാജ്യത്തിലെ ഏറ്റവും ചെറുതുള്ളവരായിരിക്കും, ചെറിയവരായിരിക്കും. ചെറിയവരായിരിക്കും. അപ്പൊ അങ്ങനെയാകുമ്പോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റും, ഇന്ന് നമ്മൾ വരുന്നത് സ്വർഗത്തിന്റെ രാജ്യത്ത് നമ്മൾ ആയിരിക്കുന്നത് ന്യായപ്രമാണം വഴിയല്ല. ന്യായപ്രമാണം നമുക്കിന്ന് ബാധകമല്ല അല്ലെ. യേശുക്രിസ്തുവാണ് ന്യായപ്രമാണത്തിന്റെ അവസാനം. റോമകൃതി ലേഖനത്തിന്റെ 10ാമത്തെ ചാപ്റ്ററിന്റെ 4ാമത്തെ വാക്ക് അങ്ങനെ പറഞ്ഞിരിക്കുക, യേശുക്രിസ്തു ആണ് ന്യായപ്രമാണത്തിന്റെ അവസാനം എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മൾ ന്യായപ്രമാണത്തിന്റെ അടി കീഴിൽ വരുന്നവരല്ലല്ലോ. പിന്നെ അപ്പൊ അങ്ങനെയാകുമ്പോ പിന്നെ നമുക്ക് എങ്ങനെയാണ് ലംഘിക്കാൻ പറ്റുന്നു? ഓൾറെഡി നമുക്ക് ന്യായപ്രമാണം നമുക്ക് ബാധകമല്ല, പിന്നെ അത് ലംഘിക്കുന്ന കാര്യത്തെപ്പറ്റി പറയുന്ന കാര്യമില്ല, അത് പഠിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റിയും ഒരു അങ്ങനെ പഠിപ്പിക്കാനൊന്നും ഇല്ലല്ലോ. കാരണം അത് നമുക്കുള്ള കാര്യമല്ല, പക്ഷെ അത് ബാധകമായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അപ്പൊ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മള് ഇന്ന് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, അത് അങ്ങനെ ആയത് യേശുക്രിസ്തുവിൽ ആയതുകൊണ്ടാണ്. യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ സകല റൈച്ചസ്നെസ്സും ഫുൾഫിൽ ചെയ്തുകൊണ്ട് ഇന്ന് യേശുവിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ, നമ്മൾ യേശുവിന്റെ വഴി കൂടെ നടക്കുമ്പോൾ ന്യായപ്രമാണം യേശുവിൽ കൂടെ നമ്മളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യേശുക്രിസ്തുവിന്റെ കാര്യം ഒന്ന് വിചാരിച്ചു നോക്കി, നമ്മള് യേശുക്രിസ്തുവിന്റെ കിങ്ഡത്തിലായിരിക്കുന്നത് യേശുക്രിസ്തു നമ്മൾക്ക് എന്താ പറയുന്നത് ഗ്രേസ് തന്നുകൊണ്ട്, ഗ്രേസ് വഴിയാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അല്ലെ. ദൈവത്തിന്റെ സ്നേഹം നമ്മളെ തേടിയെത്താണ്, ദൈവത്തിന്റെ ഗ്രേസ് ആണ് അല്ലെ. നമ്മൾ യേശുവിൽ വിശ്വസിച്ചത് ത്രൂ ഫെയ്ത്ത് ബൈ ഗ്രേസ് എന്നാ പറഞ്ഞിരിക്കുന്നത്, സാൽവേഷൻ വന്നിരിക്കുന്നത് അല്ലാതെ നമ്മളൊന്നും ചെയ്തുകൊണ്ടല്ല. അപ്പൊ നമ്മൾ ഇന്ന് യേശുവിന്റെ കിങ്ഡത്തിലാണ്. യേശുവിന്റെ കിങ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കിങ്ഡമാണ് അല്ലെ, അത് ഒരു രാജ്യമാണ്, ദൈവരാജ്യമാണ്. ആ രാജ്യത്ത് ഒരു രാജാവുണ്ട്, ആ രാജാവിന്റെ പേരാണ് യേശു. അപ്പൊ ഒരു രാജ്യമായിരിക്കുമ്പോ ഇപ്പൊ നമ്മള് ഇന്ത്യയെ പറ്റി ഒന്ന് വിചാരിച്ചു നോക്കി, ഇന്ത്യയിൽ ലോ ആൻഡ് ഓർഡർ ഉണ്ടല്ലോ അല്ലെ. അവിടെ എന്താ പറയണേ നിയമങ്ങളൊക്കെ പാലിച്ചല്ലേ പറ്റത്തുള്ളൂ. ഒരു രാജ്യത്ത് ജീവിക്കണമെങ്കിൽ നിയമങ്ങൾ ഇല്ലാതിരിക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ തന്നെയായിരിക്കും ദൈവത്തിന്റെ കിങ്ഡം, അങ്ങനെ തന്നെയാണ്. അപ്പൊ ദൈവത്തിന്റെ യേശുവിന്റെ കിങ്ഡത്തിലായിരിക്കുമ്പോ അവിടെ എന്താ പറയാ ലോയും കൊണ്ട് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മൾക്കുള്ള ലോ എന്ന് പറഞ്ഞാല് യേശു തന്നിരിക്കുന്ന ലോയാണ്. അപ്പൊ നമ്മൾക്കുള്ള ലോ ന്യൂ ടെസ്റ്റ്മെന്റ് മൊത്തം ദൈവം എഴുതി വെച്ചിട്ടുണ്ട്, പുതിയ നിയമത്തെ മൊത്തം ദൈവം എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ. അപ്പം
ശരിക്കും പറഞ്ഞാല് നമ്മള് ഒന്ന് ഇരുത്തി ബൈബിൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാക്കും. ലോയില് ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന മോറലായിട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോഴും നമ്മൾ ചെയ്തു തീർക്കേണ്ടവരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഉദാഹരണമായിട്ട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോറലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 കൽപ്പന എന്ന് പറഞ്ഞാല് ന്യായപ്രമാണത്തിന്റെ പാർട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ്. 10 കൽപ്പനയെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ബഹുമാനിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ കൊല്ലരുത് എന്ന്, കൊലപാതകം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവന്റെ ഭാര്യയെ നിങ്ങൾ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ന് അല്ലെ നമ്മള് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല, നമ്മൾ യേശുവിന്റെ കിങ്ഡത്തിലാന്ന് പറഞ്ഞുകൊണ്ട് നമ്മള് ആ ദൈവം അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമുക്കിന്ന് ചെയ്യാനുള്ള അവകാശമുണ്ടോ? ഇല്ല അല്ലെ. നമ്മൾക്ക് ആരെയും കൊല്ലാനുള്ള അവകാശം, നമ്മുടെ ദൈവം യേശുക്രിസ്തു നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഒരാളെ കൊല്ലുക പോയിട്ട് അവരോട് ദേഷ്യം പോലും, കാരണമില്ലാതെ ദേഷ്യം പോലും തോന്നാൻ പറ്റത്തില്ല അല്ലെ. ഒരാളുടെ ഭാര്യയെ മോഹിക്കുന്നതിന് പകരം മോഹിക്കുമെന്ന് പറഞ്ഞെടുത്ത് ഇപ്പൊ ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഒരു സ്ത്രീയെ എന്താ പറയാ മോശപ്പെട്ട കണ്ണുകൊണ്ട് നോക്കുക പോലും ചെയ്യരുത് അല്ലെ. അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ കിങ്ഡത്തിലെ ലോ അതാണ്. യേശുവിന്റെ കമാൻഡ്മെന്റ്സ് ആണ് യേശുവിന്റെ കിങ്ഡത്തിലെ ലോ. നമ്മളത് പാലിച്ചേ പറ്റത്തുള്ളൂ അല്ലെ. അപ്പൊ നമ്മളോട് നമ്മളുടെ എന്താ പറയുക ലോയിലല്ല എന്ന് പറയുമ്പോ, നമ്മള് ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല എന്ന് പറയുമ്പോ, അന്ന് ഇസ്രായേൽ മക്കളോട് പറഞ്ഞിരിക്കുന്ന ആട്ടുകൊറ്റന്മാരെ ബലി കൊടുക്കണം എന്നൊക്കെ പറയുന്ന ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം കൂടെ നമ്മുടെ യേശുക്രിസ്തു ക്രോസ് ഓഫ് കാൽവറി ബലിയായി തീർന്നു. അവനാണ് പീസ് ഓഫറിങ്, അവനാണ് വേവ് ഓഫറിങ്, അവനാണ് ബേൺ ഓഫറിങ്, എല്ലാ സകലവിധത്തിലുള്ള ഓഫറിങ് യേശുക്രിസ്തു ആണ് അല്ലെ. സകലവിധത്തിലെ എന്താ പറയാ ബലിയായി തീർന്നു യേശുക്രിസ്തു. അതുകൊണ്ട് നമ്മൾ ഇനി ബലി കൊടുക്കണ്ട, ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. വേറൊരു ദൈവം ഉണ്ടാകരുതെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് യേശുല്ല വേറൊരു ദൈവം നമുക്ക് ഉണ്ടാകാൻ പറ്റത്തില്ലല്ലോ. നമുക്ക് വേറൊരു ദൈവത്തെ നമ്മൾ വിശ്വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇന്ന് ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പ്രമാണത്തിന്റെ കീഴിലാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചു. നമുക്ക് ദൈവത്തിന്റെ കൃപ തന്നിട്ടുണ്ട്. ഇത് കൃപയുടെ നാളുകളാണല്ലോ, ഇത് ഗ്രേസിന്റെ പീരീഡ് ആണല്ലോ എന്നും പറഞ്ഞ് നമുക്ക് തോന്നിയ രീതിയിലൊന്നും ജീവിക്കാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ ന്യായപ്രമാണം, യേശുക്രിസ്തു തന്നിരിക്കുന്ന പ്രമാണങ്ങൾ, യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ പാലിക്കാൻ നടക്കുന്ന ഏതൊരു വ്യക്തി ഉണ്ടെങ്കിലും അവര് എന്താ പറയാ അത് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു നോക്കൊന്നും വേണ്ട. യേശുക്രിസ്തു സ്നേഹമല്ല, യേശുക്രിസ്തു അങ്ങോട്ട് നമ്മളോട് ക്ഷമിച്ചോളും എന്നൊക്കെ ഉള്ളൊരു രീതിയിലുള്ള ജീവിതം നമ്മൾ ജീവിക്കാൻ പോവുകയാണെങ്കിൽ ആ വ്യക്തി എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല്, അദ്ദേഹം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയണേ പിന്നെ അയാൾ റിപ്പന്റ് ചെയ്തിട്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് ദൈവത്തിന്റെ കിങ്ഡത്തിലേക്ക് വന്നില്ല എങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ ഒപ്പം ആയിരിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷെ വേറൊരു കാര്യം വിചാരിച്ചു, ഇപ്പൊ ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഒരു വ്യക്തി എന്താ പറയാ യേശുവില് ആയിരുന്നു, ആദ്യം രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരുന്നു, യേശു ക്രിസ്തുവിലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിച്ചില്ല, തോന്നിയ രീതിയിലൊക്കെ ജീവിച്ചു. പക്ഷെ അവസാനം മരണത്തോട് അടുത്തപ്പോ അദ്ദേഹത്തിന് മനസാന്തരായി, അദ്ദേഹം ക്ഷമ ചോദിച്ചു, യേശുവിനോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞപ്പോ യേശു ക്രിസ്തു അയാളെ തീർച്ചയായിട്ടും കൈക്കൊള്ളുമല്ലോ. അയാൾ മോശപ്പെട്ടവനാന്ന് പറഞ്ഞ് തള്ളിക്കളയത്തില്ലല്ലോ, തീർച്ചയായിട്ടും കൈക്കൊള്ളും അല്ലെ. അയാൾക്ക് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. പക്ഷെ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ അയാള് സ്വർഗത്തിലെ ഏറ്റവും ചെറിയവനായിരിക്കും അല്ലെ. എല്ലാവരെക്കാളും ഏറ്റവും ചെറിയതായിരിക്കും എന്നല്ല പറയുന്നത്, അയാളെ പോലെ തന്നെ അദ്ദേഹത്തെ പോലെ തന്നെ ചെറിയവര് ഉണ്ടാവും അല്ലെ. അപ്പം വേറൊരു ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ, നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, മത്തായിന്റെ തന്നെ 28-ാമത്തെ ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, നമ്മൾ പുറത്തു പോയി ദൈവത്തിനോട് ഡിസൈപ്പിൾസിനെ ഉണ്ടാക്കുക, എൻഡ്സ് ഓഫ് ദ വേൾഡ് വരെ പോയി ഡിസൈപ്പിൾസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോസ്പിൾ ഷെയർ ചെയ്യുക അല്ലെ, ദൈവത്തിന്റെ കിങ്ഡം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക അല്ലെ. അതിനെപ്പറ്റി ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഗോസ്പിൾ ഷെയർ ചെയ്തേ പറ്റത്തുള്ളൂ. ഇവാഞ്ചൽസ് എല്ലാവർക്കും പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, അത് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷെ നമ്മള് ഒന്ന് വിചാരിച്ചു, നമ്മളത് ചെയ്യുന്നില്ലെങ്കിലോ അല്ലെ, ചെയ്യാതെ നമ്മൾക്ക് താല്പര്യമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല, മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ഇരിക്കുന്ന അങ്ങനെ ഒരു ജീവിതമാണ്. അല്ലെങ്കിൽ എനിക്ക് ഗോസ്പിൾ പറയാൻ അറിയത്തില്ല, എനിക്ക് ഗോസ്പിൾ മറ്റുള്ളവർ ഷെയർ ചെയ്യാൻ അറിയത്തില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്ന് വിചാരിച്ചു നോക്കാം. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമാണെങ്കിൽ അപ്പൊ അവസാനം നമുക്ക് മരണത്തോടടുത്തപ്പോ നമുക്ക് കാര്യം മനസ്സിലായി ചെയ്ത തെറ്റാണ് എന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും ദൈവത്തോട് ക്ഷമ ചോദിച്ചു. ദൈവം തീർച്ചയായിട്ടും ക്ഷമിക്കും. കാരണം ആത്മാവിന്റെ വിലയെപ്പറ്റി ദൈവത്തിന് നല്ല അറിവുള്ളതുകൊണ്ട് ദൈവം ക്ഷമിക്കും. ആത്മാവ് ദൈവത്തിന്റെ ഒപ്പമായി. അപ്പോ അങ്ങനെ ഒരു വ്യക്തി തീർച്ചയായിട്ടും എന്താ പറയുക, പോളിന്റെയും പീറ്ററിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കത്തില്ലല്ലോ. അവരവരെ ജീവിതം കൊടുത്ത് അല്ല, ജീവൻ കൊടുത്ത് അവര് ദൈവത്തിന് വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഈ ഗോസ്പിൾ പറയാൻ പോലും താല്പര്യമില്ലായിരുന്ന വ്യക്തി പോളിന്റെയും പീറ്ററിന്റെയും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കാൻ പറയാൻ പറ്റത്തില്ലല്ലോ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ വേറെ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ,
ദൈവത്തിന്റെ വർക്കിനെ പറ്റി, യേശുക്രിസ്തു ചെയ്ത വർക്കിനെ പറ്റി നമ്മൾ ബൈബിളിലേക്ക് നോക്കുവാണെങ്കിൽ, യേശുക്രിസ്തു ആൾക്കാരെ പഠിപ്പിച്ചിരുന്നല്ലോ. യേശു ഇങ്ങനെയല്ലേ, എല്ലാ വില്ലേജുകളിലും പോയി അവരെ സിനഗോഗുകളിൽ പഠിപ്പിക്കുമായിരുന്നു, അവർക്ക് വേണ്ടി പ്രീച്ച് ചെയ്യുമായിരുന്നു, അവരെ പഠിപ്പിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ ആൾക്കാരെ സുഖപ്പെടുത്തുമായിരുന്നു, ഡീമൺസിനെയൊക്കെ ശരീരത്തിൽ നിന്ന് ഓടിക്കുമായിരുന്നു. അപ്പൊ ഇങ്ങനെ പഠിപ്പിക്കലും പ്രീച്ചിങ്ങും പിന്നെ ഹീലിങ്ങും, എന്താ പറയുക, ആൾക്കാരെ സുഖപ്പെടുത്തുകയും മിറക്കിൾസ് ചെയ്യുകയും, എന്താ പറയുക, പിശാചിന്റെ ഏജൻസിനെ, ദുരാത്മാക്കളെ ശരീരത്തിൽ നിന്ന് ഓടിക്കുക, അതെല്ലാം കൂടെ എല്ലാം കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കാര്യമല്ല യേശുക്രിസ്തു ചെയ്തത്. അപ്പൊ ചിലവരെങ്കിലും, നമുക്കറിയാവുന്ന കുറെ ഡിനോമിനേഷൻസും ഉണ്ട് ഇപ്പൊ ഇന്ന് കേരളത്തിലൊക്കെ, അല്ലെ? അവര് ബൈബിളിൽ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, വചനം പഠിപ്പിക്കുന്നതിൽ വിശ്വസിക്കുന്നു, ഗോസ്പൽ പറയുന്നതിൽ വിശ്വസിക്കുന്നു, എല്ലാം കറക്റ്റ് ആണ്. പക്ഷെ അവര് എന്താ പറയണേ, ഈ ഹീലിങ്ങിനെ പറ്റിയും അല്ലെങ്കിൽ ദുരാത്മാക്കൾ ശരീരത്തിൽ നിന്ന് ഓടിക്കുന്നതിനെ പറ്റിയൊന്നും അതിനെപ്പറ്റിയൊന്നും വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരായിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് ദൈവത്തിന്റെ വലിയൊരു വീര്യപ്രവൃത്തി, അല്ലെ, അത് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഹീലിങ് അല്ലെ മിറക്കിൾ ചെയ്ത് അതൊന്നും സാധ്യമാകുന്നില്ല. കാരണം ഇവര് വിശ്വസിക്കുന്നില്ല, ദൈവത്തിന്റെ മക്കൾ വഴിയാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളൂ, അല്ലെ? അപ്പൊ ദൈവം നമ്മൾ തയ്യാറാണെങ്കിലേ നമ്മൾ വഴി ഓപ്പറേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ അവര് ജീവിക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ അവരുടെ ചർച്ചിലൊന്നും അങ്ങനത്തെ വർക്കുകളൊന്നും നടക്കുന്നില്ല. അങ്ങനെയുള്ള വ്യക്തികള് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നുണ്ട്, അവർ തീർച്ചയായിട്ടും സ്വർഗത്തിൽ പോകുമ്പോൾ അവർ ചെല്ലുമ്പോ എന്താ പറയുക, ദൈവത്തിന്റെ വർക്ക് ചെയ്യാൻ വേണ്ടി ഇവര് എന്താ പറയുക, ദൈവത്തിന്റെ ആ ഒരു ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ ഒരു ആത്മാവിന്റെ ഹോളിസ്പിരിറ്റ് ഗോഡിന്റെ ആ ഒരു ഫ്ലോ, അല്ലെ, ആ ഫ്ലോയില് അല്ലെങ്കിൽ ഹോളിസ്പിരിറ്റ് ഗോഡിന് ആ നാട്ടിൽ ചെയ്യേണ്ട വർക്കുകൾ ഇവർ ചെയ്തില്ല എങ്കിൽ, അല്ലെ, അങ്ങനെയാകുമ്പോ ഇപ്പൊ ഹോളിസ്പിരിറ്റ് ഗോഡിന് കുറെ ആൾക്കാരെ സുഖപ്പെടുത്തണമെന്നുണ്ടായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പൊ ക്യാൻസർ വന്ന ആൾക്കാരെ സുഖപ്പെടുത്തണമായിരുന്നു. ക്യാൻസർ വന്ന ആൾക്കാരെ പ്രാപിക്കുന്ന വഴി അവര് ദൈവത്തിന്റെ കിങ്ഡത്തിൽ വരുമായിരുന്നു, അല്ലെ? അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുറെ ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവിടെ ഏരിയയിലുള്ളവര്, എന്താ പറയുക, ഈ വിശ്വാസികള് അവര് വിചാരിച്ചു, ഓക്കെ, ഇതായിരുന്നു അവരുടെ വിശ്വാസം. എന്താ വെച്ചാല് ഹോളിസ്പിരിറ്റ് ഗോഡ് ഇപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ഹോളിസ്പിരിറ്റ് ഗോഡ് ഇപ്പൊ ഹീലിംഗ് ഒന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ആ കാര്യത്തിലൊക്കെ പറഞ്ഞു, അങ്ങനെയായിരുന്നെങ്കിൽ ദൈവത്തിന് ആ വർക്ക് അവർ വഴി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. ദൈവം വേറെ ആരെങ്കിലും വഴി ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ അപ്പൊ ഈ വ്യക്തികൾ അത് ദൈവത്തിന്റെ വർക്കിന് വിശ്വാസത്തോടെ നിന്ന് ഏറ്റെടുത്ത് ചെയ്യാൻ താല്പര്യം കാണിക്കാറുന്ന വ്യക്തികൾ സ്വർഗത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവര് മറ്റുള്ളവരുടെ ഒപ്പമായിരിക്കും, പോളിന്റെയും പീറ്ററിന്റെ അല്ലെ ബാക്കി അതുപോലെ ദൈവത്തിനോട് ഒരുപാട് വർക്ക് ചെയ്ത ആൾക്കാരുടെ ഒപ്പമായിരിക്കും എന്ന് പറയാൻ നമുക്ക് സാധിക്കത്തില്ലല്ലോ, അല്ലെ? അവരപ്പൊ സ്വർഗത്തിന്റെ രാജ്യത്തില് ചെറിയവരായി പോകും, അല്ലെ? അപ്പൊ അതിനെപ്പറ്റിയാ പറയുന്നത്. അപ്പൊ പക്ഷേ ദൈവം ഇവിടെ പറയുന്നതെന്ന് വെച്ചാല്, അങ്ങനെ ചെറിയവരാണെങ്കിൽ പോലും, അങ്ങനെ സ്വർഗത്തിന്റെ രാജ്യത്തിൽ ഏറ്റവും ചെറിയതായിട്ടുള്ള വ്യക്തികളാണെങ്കിൽ പോലും എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എന്നാലും ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും വലുതായിരിക്കും എന്നാണ് യേശുക്രിസ്തു പറയുന്നത്. അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ വീണ്ടെടുത്തിരിക്കുന്ന രക്തം യേശുക്രിസ്തുവിന്റെ രക്തമാണ്. നമ്മളെ യേശുവിന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുകയാണ്, അല്ലെ? യേശുക്രിസ്തുവാണ് നമ്മുടെ മണവാളൻ, നമ്മള് ബ്രൈഡാണ്, മണവാട്ടികളാണ്, അല്ലെ? എന്ന് വെച്ചാൽ മണവാട്ടികൾ എന്നല്ല, ചർച്ചും മണവാട്ടിയാണ്, യേശുവിന്റെ മണവാട്ടി. അപ്പൊ മണവാളിന് മണവാട്ടിയോട് സ്നേഹമില്ലാതിരിക്കും, അല്ലെ? അപ്പൊ അതാ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എത്രമാത്രം കുറച്ചു കാര്യങ്ങൾ ചെയ്തോളെങ്കിലും, എത്രമാത്രം നമ്മള് നേരെ ചൊവ്വ അല്ല ജീവിച്ചെങ്കിൽ പോലും ആ ഒരു പ്രത്യേക സ്നേഹമാണ് യേശുക്രിസ്തുവിന് നമ്മളോട്, അല്ലെ? തന്റെ രക്തം കൊണ്ട് വീണ്ടെടുത്തിരിക്കുന്നവർ എന്നുള്ള സ്നേഹം, ആ യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ്. അതിനെപ്പറ്റിയാണ് യേശു പറഞ്ഞിരിക്കുന്നത്, അല്ലെ? സ്വർഗരാജ്യത്തിലെ എന്താ പറയുക, ഏറ്റവും ചെറിയ ആള് ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും പോലും വലിയവരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യമാണ്. നമ്മളുടെ അവസ്ഥയെപ്പറ്റി അറിയണമെങ്കിൽ, നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളാണെന്ന് അറിയണമെങ്കിൽ, എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ 2-ാമത്തെ ചാപ്റ്ററിലേക്ക് വന്നു 1 തൊട്ട് 9-7 വരെയുള്ള വാക്കുകളൊന്ന് വായിച്ചാൽ മതി. അപ്പൊ നമുക്കറിയാം നമ്മള് എന്താ പറയുക, പാപത്തിൽ മരിച്ച വ്യക്തികളായിരുന്നു എന്നാണ് പോൾ വഴി ഹോളി സ്പിരിറ്റ് ഗോഡ് ഇവിടെ പറയുന്നത്. നമ്മൾ പാപത്തിൽ മരിച്ച വ്യക്തികളായിരുന്നു, അല്ലെ? ഈ ലോകത്തിന്റെ താളത്തിനനുസരിച്ച് നമ്മൾ യാത്ര ചെയ്തവര്, അല്ലെ? ഈ ലോകത്തില് എന്താ പറയുക, ഇങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയിർപ്പിച്ചു, അവയിൽ നിങ്ങൾ മുമ്പേ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. നമ്മളെല്ലാവരും അങ്ങനെയായിരുന്നല്ലോ, പിശാചിനെ പിടിയിലായിരുന്നു, പിശാചിന്റെ വഴി കൂടിയായിരുന്നു, അല്ലെ? മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു, കുറയും പറഞ്ഞ്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത്, ചില ആൾക്കാര് കൊലപാതകളായിരുന്നു, വ്യഭിചാരികളായിരുന്നു, അങ്ങനെ പല രീതിയിൽപ്പെട്ടവരായിരുന്നു യേശുക്രിസ്തുവിന് വരുന്നതിന് മുമ്പ് നമ്മൾ പലരും, അല്ലെ? പക്ഷെ അവിടെ നിന്നല്ല,
യേശുക്രിസ്തു തന്റെ കരുണ കൊണ്ട് അല്ലെ, പിതാവ് തന്റെ കരുണ കൊണ്ട് എന്താ പറയുക, ഇവിടെ മൂന്നാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ ആയിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ യേശുക്രിസ്തുവിനോട് കൂടെ ജീവിക്കുകയും കൃപയാലത്ത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെ കുറിച്ചുള്ള വാത്സല്യത്തെ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരുംകാര്യങ്ങൾ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. അല്ല, അതാണ് നമ്മുടെ ദൈവം ചെയ്തിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അവനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തിരിക്കും. ഒരു കാലത്ത് ഈ ലോകത്തിന്റെ വഴിയിൽ നടന്നിരുന്നവർ അല്ലെ, പിശാചിന്റെ വഴിയിൽ നടന്നിരുന്നവർ, ഒന്നിനും കൊള്ളാതെ എന്നൊരു ജീവിതം ജീവിച്ചിരുന്ന, നമ്മുടെ മനസ്സിന്റെ ജഡത്തിന്റെ മോഹത്തിനനുസരിച്ച് ജീവിച്ചിരുന്ന വ്യക്തികളായിരുന്നു നമ്മൾ. പക്ഷെ അവിടുന്ന് നിന്ന് സ്വന്തം രക്തം കൊടുത്ത് യേശുക്രിസ്തു നമ്മളെ വീണ്ടെടുത്തിരിക്കുക ചെയ്തിരിക്കുന്നത്. പിതാവ് നമ്മളെ വീണ്ടെടുക്കുക ചെയ്തിരിക്കുന്നത്. എന്നിട്ട് യേശുക്രിസ്തുവിന്റെ ഒപ്പം സ്വർഗത്തിൽ നമ്മളെ ഇന്ന് നമുക്കൊരു ഇരിപ്പിടം തന്നിരിക്കും, യേശുവിന്റെ ഒപ്പം നമുക്ക് തന്നിരിക്കുക ചെയ്യുന്നു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ജോൺ ദ ബാപ്റ്റിസ്റ്റിനേക്കാളും വലിയവരാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് സാധ്യമാക്കിയത് യേശുക്രിസ്തുവിന്റെ രക്തമാണ് അല്ലെ. അതിനെപ്പറ്റിയാണ് എനിക്കിത് പറയാനുള്ളത്. എന്റെ ദൈവമക്കളെ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വഴിയാണ് നടക്കുന്നതെങ്കിൽ, ഒരു കാലത്ത് നിങ്ങൾ യേശുവിൽ വിശ്വസിച്ചിരുന്നു, ഒരു കാലത്ത് യേശുവിന്റെ രക്തത്തിൽ നിങ്ങൾ വില കൊടുത്തിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളുടെ രീതിയിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, യേശുവിന്റെ രക്തത്തിന് വില മാനിച്ചുകൊണ്ട് തിരിച്ച് യേശുവിലേക്ക് വരണമെന്നും, റിപ്പന്റ് ചെയ്തുകൊണ്ട് മാനസാന്തരപ്പെട്ടുകൊണ്ട് തിരിച്ച് യേശുവിലേക്ക് വരണമെന്നാണ് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ഇനി യേശുവിൽ വിശ്വസിക്കാത്ത വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ ഒരിക്കൽ പോലും റിഗ്രറ്റ് ചെയ്യത്തില്ല യേശുവിൽ വിശ്വസിക്കുവാണ്. കാരണം നിങ്ങൾക്ക് കിട്ടാനുള്ളത് യേശുവിനെയാണ് കിട്ടാൻ, ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെയാണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത്. അതൊരിക്കലും ഒരു നഷ്ടമല്ല അല്ലെ. ദൈവത്തെ കിട്ടുക എന്നുള്ളത് നഷ്ടമല്ലല്ലോ. അപ്പോ നമ്മളോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്, ലോകത്തില് സ്വർഗത്തിന്റെ താഴെ ഭൂമിയുടെ മുകളിൽ ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ രക്ഷിക്കപ്പെടാനായിട്ട്, ആത്മാവ് രക്ഷിക്കപ്പെടാൻ പറ്റും ഒരൊറ്റ നാമം മാത്രമേ ഉള്ളൂ. ആ നാമത്തിന്റെ പേരാണ് യേശു ക്രിസ്തു. യേശു അല്ലാതെ രക്ഷയില്ല. നമ്മൾ ഏത് ജാതിയിൽ, ഏത് മതത്തിൽ, എന്തിലും വിശ്വസിച്ചോട്ടെ, പക്ഷെ നമ്മൾ യേശുവിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ വ്യക്തി നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. എനിക്ക് ഇതാണ് പറയാനുള്ളത്. യേശു ക്രിസ്തു വിശ്വസിക്കുക, യേശു ക്രിസ്തുവിലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം, യേശുവിന്റെ കയ്യിലായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതം. അല്ലെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്ന പിതാവിന് ആഗ്രഹമില്ല. നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു നമ്മുടെ പിതാവ്. അതിനെപ്പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നിർത്തുക. കർത്താവേ, സമയത്ത് നന്ദി പറയുന്നു, ഞങ്ങളുടെ സ്നേഹത്തിനാണ് നന്ദി പറയുന്നു നാഥ. താങ്ക് യു ജീസസ് മാസ്റ്റർ. ഞങ്ങളെ വീണ്ടെടുത്തിനാണ് നന്ദി പറയുന്നു കർത്താവേ. ഞങ്ങൾ നഷ്ടപ്പെട്ട് കളയാൻ വേണ്ടി ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. നന്ദി പിതാവ് കർത്താവേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെങ്ങനെയെങ്കിലും അങ്ങനെ നിന്ന് അകലത്തിലാണെങ്കിൽ അവർ തിരിച്ച് അങ്ങിലേക്ക് കൊണ്ടുവന്ന് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ തന്നെ സകല വിധത്തിലും മഹിമയുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ഏറ്റവും തന്നെ ദൈവത്തിന്റെ നാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.